ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാവരും കൂടിയും ഒരു ഔട്ടിങ്ങിന് വന്നേക്കണേണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ തിങ്കളാഴ്ച തിരിച്ചു പോകും. അപ്പോൾ ആ 2 ദിവസമല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. വെക്കേഷനും കൂടിയല്ലേ. അപ്പോൾ ഞങ്ങൾ വന്നേക്കണത് നമ്മുടെ മാനാട്ടുപറമ്പിൽ ബോച്ചയുടെ ഒരു ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് വന്നേക്കണത്. കുഴപ്പമില്ല, ഒരു നല്ല ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഭാഗമാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോൾ വന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നതാണ്. എല്ലാവരും കൂടി നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തോട്ട് കയറിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അത് ജസ്റ്റ് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. പിള്ളേർക്ക് സെപ്പറേറ്റ് കളിക്കാനൊരു ഏരിയയൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിൽ അവരിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ വേറെ പുറത്തോട്ടൊന്നും പോകില്ല. അതിൽ കുറേ ടോയ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുന്ന് കളിച്ചോളും. അപ്പം അങ്ങനെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ. അതേപോലെ അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനെ ഊഞ്ഞാൽ, ഇങ്ങനെ സ്റ്റെപ്പ് കയറി കളിക്കണ അത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്യും. അതേപോലെ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് പിള്ളേരെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ ഇറക്കിയിട്ട് അവിടെ പുറത്തിരിക്കണേണ്. അപ്പോൾ പച്ചു അവളുടെ ചാനൽ പറയണേണ്. അവൾക്കൊരു ചാനലുണ്ട്, ഫർസാന വ്ളോഗ്സ് എന്നും പറഞ്ഞാണ് ചാനൽ. അപ്പോൾ അവളെ ഞാൻ ഈ ഫോണും കൊണ്ട് ചെന്നപ്പോൾ അവളെ പരിചയപ്പെടുത്തുന്നതാണ്, ഫർസാന വ്ളോഗ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് കായലിൻ്റെയും ആ കെട്ടിൻ്റെ അവിടെയുള്ള സീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. അപ്പോൾ അവിടെ സീറ്റുകളൊക്കെ ഇഷ്ടംമാതിരി അവർ നേരത്തെ ബുക്കിടാണ്. നമ്മൾ നേരത്തെ ചെന്നെങ്കിലും ഇത് കിട്ടിയില്ല, നമുക്ക് അങ്ങനെ സീറ്റ് കിട്ടിയില്ല. ആ ഭാഗത്തുള്ള സീറ്റിങ് കിട്ടിയില്ല. പിന്നെ നമുക്ക് അകത്തിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളവിടെ സംസാരിക്കുകയായിരുന്നു. അത് കിട്ടോ ഇല്ലയെന്ന് ചോദിച്ചിട്ട് തന്നില്ല അവർ. നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തേക്കണവർ വന്നാൽ അത് പിന്നെ ഒരു ഇഷ്യൂ ആവുമെന്നും പറഞ്ഞ് അവർ തന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്ത് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ എവിടേക്ക് പോകണം എന്നറിയില്ല. അങ്ങനെ ഇപ്പം ഞാൻ ഇക്കടുത്ത് ഇങ്ങനെ രാവിലെ പോവാൻ വേണം. ഒരു മാക്സിമം ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഇടങ്ങേറായി പോവും, പിള്ളേരും കൂടി ഉള്ളതല്ലേ.
അപ്പോൾ ഇക്കടുത്ത് ഇങ്ങനെ പെട്ടെന്ന് പോവുകയും പെട്ടെന്ന് തിരിച്ചെത്താനും പറ്റിയ സ്ഥലം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇക്കാക്കിയാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, അവിടെ പോയി നോക്കുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതേ ബോച്ചയുടെ തന്നെ വേറൊരു സ്ഥലവും കൂടി ഉണ്ട്. ആദ്യം ഞങ്ങൾ അവിടേക്കാണ് പോയത്, അത് ഞാറയ്ക്കലായിരുന്നു, ചെറുവൈപ്പ് ആ ഭാഗത്ത്. പക്ഷെ അവിടെ ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഏരിയ അല്ലെന്നാണ് ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ അവിടേക്കാണ് ആദ്യം ചെന്ന് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ ഞങ്ങൾ തിരിച്ചാണ് ഈ സ്ഥലത്തോട്ട് വന്നത്. എന്താണ് ഇവിടെയൊക്കെ റിസർവ്ഡ് ആണ്. ഹായ്, നല്ല നൈസ് മോള്. ഫർസാന ഹായ് പറഞ്ഞു. പച്ചു വീണുപോയി. പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വാ. അപ്പൊ അവരിവിടെ ഊഞ്ഞാലയിലൊക്കെ കേറി കളിച്ചോളും. ഇത് ചെല്ലടി, ഉമ്മിച്ചിനെ വിളിച്ചിട്ടെന്നാ വരാൻ പറ ഫോണില്. ചെല്ലടി ഫിദ ഉമ്മിച്ചിന പിള്ളേരുടെ അടുത്ത് കളിക്കാൻ നിർത്തിയിട്ട് ഉമ്മിച്ചിനെ അവിടെ നിർത്തിയേക്കണേ. അപ്പൊ അവള് ഉമ്മിച്ചിനെ പിള്ളേരെ വിളിക്കാൻ പോണേ. അപ്പൊ ഇവര് ഇവിടെ ഇരിക്കണേണ്. പച്ചുനും ഉമ്മിച്ചി വന്ന് ചേച്ചി വന്ന് ആ പച്ചുവിന്റെ മേത്ത് എല്ലാരും കൂടി കിടക്കണേ. അഹ്ദ, ഐസ, ഐസ എവിടെയാണ്? വാപ്പിനെ കണ്ടത്? വാപ്പിനെ കണ്ടത് എവിടെയാണ്? എവിടെയാണ് ഐസ? ഓ, ഒരു വാപ്പിനെ കണ്ട? അതെ, വാപ്പി എന്ത് പറഞ്ഞി? അമ്മമ്മ തന്നില്ലേ? അതെ, അവിടെ ഒരാളെ കണ്ടിട്ട് ദേ വാപ്പിന്ന് പറഞ്ഞ ഐസ. ഉമ്മി ഉമ്മി ദേ വാപ്പി, ദേ വാപ്പി, അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. അഹ്ദാ, അവരൊക്കെ നടക്കുകയാണ്. ഇവരാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യണ പാടാണ് ഈ കാണുന്നത്. ഒരാളെ നിൽക്കുമ്പോ അങ്ങോട്ട് പോകും.
അതെ മുയലിനെ കണ്ടിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. വിളിച്ചേ മുയലിനെ വിളിച്ചേ അയച്ചാ മുയലിനെ വിളിച്ചേ പോയാ മുയല് പറഞ്ഞേ റാബിറ്റ് പറഞ്ഞേ റാബിറ്റ് ഇവര് അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കണേണ് അല്ല മുയലി അമ്മേ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കണേണ്. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടൊന്നുമല്ല. ഞങ്ങൾ സാധാരണ ഊണാണ് പറഞ്ഞത്, നോർമൽ ഊണും പിന്നെ സ്പെഷ്യലായിട്ട് ചെമ്മീൻ റോസ്റ്റ്, ക്രാബ് ഫ്രൈ, ക്രാബ് റോസ്റ്റ്, കക്ക, ഇത്രേ ഉള്ളൂ. പിന്നെ സാമ്പാറും സാധാരണ അവർ ഒരു അവിയൽ എന്നുള്ള രീതിയിൽ ഒരു കറി, ഒരു പീരയൊക്കെ ഇട്ട് പോലത്തെ ഒരു കറി തന്നു. അത് അത്രയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഹലോ, അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അടുത്തത് എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ കളിക്കണ്, അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പിള്ളേരെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി കൊടുത്താൽ അവരിവിടെ നടന്ന് കളിച്ചോളും കുറേ നേരം, കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പോണു. ഹലോ, ഞങ്ങളപ്പോൾ ദേ ഇതിൽ കയറാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കണം. പക്ഷെ നല്ല വെയിലാണ്. അപ്പം ഇതിന് ഡ്രൈവറില്ല, നമ്മൾ തനിയെ ചെയ്യണം എവിടേക്കാണെന്ന്. പക്ഷേ എനിക്ക് പേടി, എനിക്കറിയില്ല. സാധനം നമ്മൾ തനിയെ ഇതില് എല്ലാവർക്കും ഒരെണ്ണത്തിൽ കയറാൻ പറ്റുമെങ്കിൽ അപ്പം മാറി മാറി ചെയ്യുക, അതായിരിക്കും നല്ലത്. അവിടുന്ന് എനിക്ക് മാറാൻ പറ്റുമോ? നല്ല വെയിലാണ്, പക്ഷെ അത് എങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാ ഇട്ട് കൊടുക്കടിയാ, ഇതാക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കണേന്. പിടിച്ചേ ഇതിനിട്ട് കൊടുക്കും കോട്ട്. ബാക്കിലാരും കേറുന്നില്ല. കോട്ടിടണ്ട എനിക്ക്.
ഉമ്മച്ചിനെ എനിക്കാടി എന്നെ എന്താവോ എന്തോ എനിക്കറിയൂല. അല്ലോ ഞാൻ എന്ത് ചെയ്യുന്ന എന്തോ ഇതറിയില്ല ഇതെന്താണ് ചെയ്യണ്ടേന്ന് അറിയില്ല. ഞാൻ പറഞ്ഞെടുത്തോട്ട് മാറ്റാൻ ഇനി നീ ഇങ്ങാടാക്കി ഇവർ ഇങ്ങാടാക്കി അപ്പൊ അങ്ങോട്ട് പോകും. ബാക്കിലൊക്കെ വണ്ടി വന്നിട്ട് അവര് രക്ഷപ്പെട്ട. അവർക്ക് ശരിക്കും അറിയാവുന്ന ആരെയോ ഇതിലവര് കേറി. ഇത് ഞങ്ങൾക്കാണ് കണ്ട അവര് അടിപൊളിയായിട്ട് പോണു. ഞങ്ങളിത് പാണ്ടിപ്പടയിലെ കുതിര വട്ടങ്ങളെ പോലെ. ഇതിലേറ്റവും വിറ്റുള്ള ഇന്ന് വന്നതിൽ ഏറ്റവും വിറ്റായ കാര്യം ഇതാണ്. പിന്നെ ചെന്ന് അവിടെ ചെന്നിടിക്കും. അല്ലോ ഇടിച്ച് അവര് പോണ് നോക്കിയേ. നമ്മക്ക് ചീത്തേടി തന്നത് പയറ് മാറി. ഞാൻ നോക്കാം വീഡിയോ. ഇതേ അയാൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് തരണേണ് എങ്ങനെയാണ് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ചെയ്യണ പോലെ അല്ല ഇത് വരണത്. ഇതേ തിരിഞ്ഞു പോണം ഇത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് നിർത്തിയാലോ. അവിടെ നിൽക്കണോ? ഇതെന്തെങ്കിലും ചെയ്യണോ? അവിടെ എത്തുമ്പോ നേരാക്കും. അതിലൊരാളെ നമ്മുടെ അടുത്ത് കയറ്റിയാൽ മതിയായിരുന്നു. ഓ ഞാനും ഉമ്മച്ചിയും ഒക്കെയാണ് കേറിയിരുന്നെങ്കില്. ഇവിടെ ബോട്ടിങ് ഉണ്ട്. ടെക്നിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കണ്ടോ ചവിട്ടിപ്പോണ്ട് ബാക്കില്. അവരുടെ വള്ളി ഉണ്ടെങ്കിൽ കെട്ടി കെട്ടാ അവരുടെ ബോട്ട് നമ്മുടെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കെട്ടാണെന്ന് തോന്നണ. കെട്ട് ഇവിടെ നമുക്ക് കേറാൻ പൈസ ഒന്നും ഇല്ലാട്ടാ. നമുക്ക് എപ്പോഴെങ്കിലും വരാം. ടൈം എപ്പോഴാടി? എത്ര മുതൽ എത്ര വരെ? 9 മണി മുതൽ 6 മണി വരെ. ഇവിടെ വരാൻ പൈസ ഒന്നും വേണ്ട. പക്ഷെ ഫുഡിന് വലിയ പൈസ ഒന്നും ഇല്ല. എന്നാലും അടിപൊളി ഫുഡായിരുന്നു. ഇപ്പം നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ മസാല ഒക്കെ ഒന്ന് തന്നെ, ഈ ഐറ്റം ഒക്കെ വേറെ വേറെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ എല്ലാ മസാലയും വേറെ വേറെ മസാലകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു ബോട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഫ്രീ ബോട്ടിംഗ് ഉണ്ട്. ഞാനും താത്തയും ഫയറും അമ്മയും ഒരു
ടൈം ഒരു ബോട്ടിൽ 4 പീപ്പിൾസ് പെട്രോള്, ബാക്കിലൊരു ബോട്ടുണ്ട്. ഞങ്ങള് തുഴയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങള് തിരിച്ചു കയറണേണ്. ഇവിടെ ബോട്ടിങ്ങിനൊന്നും പൈസ വേണ്ടട്ടാ, ബോട്ടിംഗ് ഒക്കെ ഫ്രീ ആണ്. ഒന്നിനും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മാത്രം പൈസ മതി നമുക്ക്, ബാക്കിയെല്ലാം ഫ്രീ ആണ്. ഇതിന് പൈസ ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങളിതേ തിരിച്ചു പോയെന്ന്, ഇവർക്ക് ചവിട്ടാൻ പറ്റുന്നില്ല. ഉമ്മച്ചിയൊക്കെ രക്ഷപ്പെട്ടു. ഉമ്മച്ചിയൊക്കെ ദേ അടിപൊളിയായിട്ട് കറങ്ങി വരണണ്ട. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ ഒരു വൈകുന്നേരം സമയം വരുന്നെങ്കിൽ നല്ല ഭംഗിയായാണ് ചവിട്ടാനും അറിയണം. നേരെ പോട്ടെ കുറച്ചേരം കൂടി കറങ്ങായിരുന്നു. എനിക്ക് നല്ല വേദനയുണ്ട് കാല്. ചവിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ തിരിച്ചു എത്തി. ഞങ്ങൾ അധികം കറങ്ങിയില്ല, ഞങ്ങക്ക് പറ്റിയില്ല. കണ്ട സുഖായി കറങ്ങി വരണേണ്. ഐസാനെ നോക്കി, ഐസിരിക്കണണ്ട. നിക്ക ഞാൻ എടുക്കാം. ആ അവളൊഴുകി വരും. അയാനെന്തേ ഐസാനൊന്ന് നോക്കടി. പിടിച്ചോട്ടാടി. പിടിച്ചില്ല. ഐസ ആ പിടിക്കണോട്ടാ. പിന്നെ ഇല്ലടി. അവന് പേടിയായി, അവനിരിക്കണില്ലേ. അവന്റെ അഹദാഹദ പതിയെ നല്ല ചൂടായിരുന്നു. ഇവിടെ രസമായിരുന്നു. ഇവിടെ ഇവരെയും കൊണ്ട് ചെന്നപ്പോഴത്തേന് ഒരു വലിയ കൊച്ച് വന്ന് അതിൻ്റെ അകത്തോട്ട് കയറി. പിന്നെ അത് ഭയങ്കര പ്രഷറിലാണ് ആ കൊച്ച് ചാടിയത്. അപ്പോൾ ഇവർ കയറി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് അതിൽ ചാടാൻ പറ്റണ്ടായിരുന്നില്ല. ഇവർ ജമ്പ് ചെയ്യുമ്പോഴത്തേനും അതിൽ ഹൈ സ്പീഡിൽ ആ കൊച്ച് ചെയ്യും. അപ്പോൾ ഇവർ വീഴും. പിന്നെ അത് വീണ് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടി അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കണമായിരുന്നു.
അടാ അവൻ നിന്നിട്ട് അവനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അഹൃദയം കൂടിയും കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും പറ്റാതായി. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിരിച്ച് വല്ലാണ്ടായിപ്പോയി. ഇത് ഐസ പോയില്ല അങ്ങോട്ട്. ഐസ മാറി നടക്കായിരുന്നു അവരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ. അവരൊക്കെ അങ്ങോട്ട് പോയി കളിച്ചപ്പോൾ അവൾ ഊഞ്ഞാല അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവൾ അവിടെ ചെന്നിരുന്ന് ഒറ്റക്ക് ഊഞ്ഞാലാടി. ഇവൾ ആരുടെ അടുത്തോട്ടും പോകുന്നുണ്ടായിരുന്നില്ല കൂട്ടത്തിലേക്ക് കയറി കളിക്കാൻ. അവൾ വീഴുമെന്ന് അവൾ തന്നെ പേടിച്ചിട്ടായിരിക്കും ഒറ്റക്ക് മാറി നിന്ന് കളിക്കണമായിരുന്നു. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് അടിപൊളി യാത്രയായിരുന്നു. ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു എന്നെ കാത്തിരുന്ന് അവർ ശരിക്കും ലേറ്റായി. ഒരു 10:30 ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞ്. അങ്ങനെ ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്ന് കയറിയത്. ഒരു 11:30 ആയി ഇവിടെ വന്നപ്പോൾ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി കണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലാറിയിട്ട് ബോട്ടിങ്ങിൽ കയറാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വെയിലത്ത് തന്നെ കയറിയ നല്ല വെയിലായിരുന്നു. പക്ഷെ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിങ്ങനെ ചവിട്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചവിട്ടണോണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ആ ഗിയറിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് പോണ്, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ എന്നാലും രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും കൂടി ലാസ്റ്റതാണ് ഇവർക്ക് കളിക്കാനുള്ള ഈ സമയം കൊടുത്തത്. ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. പിന്നെ വേറെ എനിക്കും തിരിഞ്ഞൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ സംസാരിച്ചിരുന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോന്ന്. അവർ പോയിട്ടില്ല, അവർ 2 ദിവസം ഉണ്ടാവും വീട്ടിൽ. ഞാൻ നിന്നില്ല, കാരണം പിറ്റേ ദിവസം മോൾക്ക് ക്ലാസ്സൊക്കെ ഉള്ളതാണ്, മദ്രസയുണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോന്നു. അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഞങ്ങൾ വന്ന പോലെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ.